നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസ്താവനകളും പരാമർശങ്ങളും നടത്തിയിട്ടില്ല. എന്റെ പോസ്റ്റ് വായിക്കാതെ വാർത്തകളിൽ വന്ന തലക്കെട്ടുകൾ വായിച്ചുകൊണ്ടാണ് എല്ലാവരും കാര്യങ്ങളെ വിലയിരുത്തിയിരിക്കുന്നത്. അനാവശ്യമായ വിവാദങ്ങളാണ് ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നതെന്ന് പ്രതികരിച്ചുകൊണ്ട് ശശി തരൂർ രംഗത്ത്. ഒരു വേദിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി സംസാരിച്ചിട്ടില്ല. വാർത്തകളിൽ വന്ന തലക്കെട്ട് മാത്രം വായിച്ചുകൊണ്ട് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. പ്രായമായവരെ ബഹുമാനിക്കുകയും അവരോട് മര്യാദ കാണിക്കുകയും ചെയ്തതാണ് നമ്മുടെ സംസ്കാരമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച വേദിയിൽ ഞാനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുകയും കാണുകയും ചെയ്തു. അതിനെക്കുറിച്ച് 2 വാക്ക് കുറിച്ചു. അല്ലാതെ ഞാൻ എവിടെയും അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരത്തിൽ എവിടെയാണ് താൻ അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി സംസാരിച്ചതെന്ന ചോദ്യമാണിപ്പോൾ കോൺഗ്രസ് MP ആയ ശശി തരൂർ ഉന്നയിച്ചിരിക്കുന്നത്. LK അദ്വാനിയുടെ ജന്മദിനത്തിൽ ശശി തരൂർ തന്റെ എക്സ് അക്കൗണ്ടിലൂടെയായിരുന്നു ആശംസ അറിയിച്ചത്. ഇതോടുകൂടി തന്നെ വിവാദം വീണ്ടും രൂക്ഷമാവുകയാണ് ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസ്താവനകളും പരാമർശങ്ങളും നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. തന്റെ വാക്കുകൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്ത അനാവശ്യമായ വിവാദങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ നേതാക്കളുമായി തന്നെ നല്ല ബന്ധത്തിലാണ് എന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനായി തന്നെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും ശശി തരൂർ ഇവിടെ വ്യക്തമാക്കുന്നു. LK അദ്വാനിയെ സംബന്ധിച്ച് 98 വയസ്സായ ഒരു മനുഷ്യന്റെ പിറന്നാളിന് അല്പം മര്യാദ കാണിച്ചു എന്നേ ഉള്ളൂ. രാഹുൽ ഗാന്ധി അടക്കം അക്കാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത കാര്യത്തെ ഒരു വലിയ അത്ഭുതം എന്ന തരത്തിൽ അത് ഉയർത്തിക്കാട്ടേണ്ട ഒരാവശ്യവുമില്ല. പ്രായമായവരെ ബഹുമാനിക്കുകയും അവരോട് മര്യാദ കാണിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ സംസ്കാരം എന്നതാണ് തരൂർ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ച വേദിയിൽ ഞാനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുകയും കാണുകയും ചെയ്തു. അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് കുറിച്ചു. അല്ലാതെ ഞാൻ എവിടെയും അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ ഞാൻ പങ്കുവച്ച പോസ്റ്റ് കണ്ടാൽ ആർക്കും മനസ്സിലാകാവുന്നതേ ഉള്ളൂ അക്കാര്യങ്ങൾ. ഞാൻ മോദിയെ പുകഴ്ത്തിയിട്ടില്ല. എൻ്റെ പോസ്റ്റ് വായിക്കാതെ വാർത്തകളിൽ വന്ന തലക്കെട്ടുകൾ വായിച്ചുകൊണ്ട് എല്ലാവരും കാര്യങ്ങളെ വിലയിരുത്തുകയാണ് ചെയ്തത്. അത് ശരിയായ നടപടിയല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്നതാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ശ്രമിക്കുക കൂടി വേണം. അങ്ങനെ ചെയ്താൽ ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കാമെന്നും 17 വർഷം ഈ പാർട്ടിക്കൊപ്പം നിന്ന് സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അതായത് കോൺഗ്രസ് പാർട്ടിയിൽ സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഞാൻ ദേശീയ നേതൃത്വത്തിന് വേണ്ടി മത്സരിച്ചു, തോറ്റുപോയി. അതോടെയാണ് ആ കഥ കഴിഞ്ഞത്. അതൊരു വലിയ പ്രശ്നമായി കാണുന്നില്ല. പാർട്ടിയുടെ ചരിത്രത്തിലെ പല തിരഞ്ഞെടുപ്പും നടന്നിട്ടുണ്ട്. പലരും ജയിച്ചിട്ടുണ്ട്, പലരും തോറ്റിട്ടുണ്ട്. ഞാൻ മത്സരിച്ച് തോറ്റു, അവിടെ കഴിഞ്ഞു. ഇത് കേരളത്തിലെ നേതാക്കളുമായി നല്ല ബന്ധത്തിലാണ് എന്നതും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആ വിജയം കൈവരിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി വീണ്ടും പ്രവർത്തിക്കുമെന്നാണ് ശശി തരൂർ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇന്നും മറ്റൊരു ചോദ്യം ബാക്കിയാകുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച വിജയം അത് മുന്നിൽ കണ്ടുകൊണ്ടാണോ ശശി തരൂർ ഇത്തരത്തിൽ വീണ്ടും പ്രസ്താവനകൾ മാറ്റി പറയുന്നതെന്ന വിലയിരുത്തലടക്കം പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.